തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലെ ഒരു മികച്ച സമ്മിശ്ര കർഷകനാണ് അഭിലാഷ് ജോർജ്. ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ പാസ്സായ ശേഷം എല്ലാ ചെറുപ്പക്കാരെയും പോലെ ഇദ്ദേഹവും ജോലിക്ക് പോയി തുടങ്ങി. സ്വന്തമായി 6 ഏക്കർ സ്ഥലമുള്ള ഈ ചെറുപ്പക്കാരന് തനിക്ക് ശമ്പളം കിട്ടുന്നതിൽ കൂടുതൽ തൻ്റെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന തോന്നൽ ജോലി രാജിവെക്കാനും മുഴുവൻ സമയ കർഷകനാകാനും പ്രേരകമായി. സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലത്ത് റബ്ബറും വാഴയുമായിരുന്നു കൃഷി ചെയ്തിരുന്നത്. മുഴുവൻ സമയ കർഷകനായതോടെ 6 ഏക്കർ സ്ഥലം കൂടി പാട്ടത്തിനെടുത്തു. ഇപ്പോൾ 5 ഏക്കർ സ്ഥലത്ത് പൈനാപ്പിൾ മാത്രം കൃഷി ചെയ്തിരിക്കുന്നു. കൃഷിസ്ഥലം കിളച്ചൊരുക്കി കുമ്മായമിട്ട് വാരം പിടിച്ച് അതിൽ 2 വരിയായിട്ടാണ് കാനി നടുന്നത്. ഇവിടെ ടില്ലർ ഉപയോഗിച്ചാണ് കൂടുതലും മണ്ണിളക്കിയെടുക്കുന്നത്. വരികൾ തമ്മിൽ 5 അടി അകലമുണ്ടായിരിക്കണം. ഒരു വരിയിൽ 1.5 അടി അകലത്തിൽ കാനികൾ നടും. നടുന്ന സമയത്ത് ജൈവവളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നടുന്ന സമയത്ത് വളമിടാതെ നടുന്നവരുമുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ വേര് പിടിച്ചു കഴിഞ്ഞ് ആദ്യത്തെ വളപ്രയോഗം നടത്തണം. കോഴിവളം, കമ്പോസ്റ്റ് തുടങ്ങിയവയാണ് ഇവിടെ ഇട്ടുകൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ 2 മാസം കഴിഞ്ഞ് ഒരു വളപ്രയോഗം കൂടി നടത്തുന്നത് നല്ലതാണ്. നല്ല വേനൽക്കാലത്ത് ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കണം. വള്ളികൾ, കളകൾ ഇവ പറിച്ചു കളയണം. നട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ അഭിലാഷ് ഇവിടെ കുറച്ച് പൊട്ടാഷ് കൂടി ഇട്ടുകൊടുത്തു. 7 മാസം വളർച്ചയാകുമ്പോൾ എത്തിപ്പോൺ ലായനി കലക്കി കൂമ്പിൽ ഒഴിച്ചു കൊടുക്കും. ഇത് ഒരുപോലെ കായിടുന്നതിന് വേണ്ടിയാണ്. 1 മാസം കൂടി കഴിയുമ്പോൾ പൂ വന്നു തുടങ്ങും. പൂ വന്നു കഴിഞ്ഞാൽ പൈനാപ്പിൾ വിളഞ്ഞു കിട്ടാൻ പിന്നെ 3 മാസം കൂടി ആവശ്യമാണ്. 1 വർഷമാകുമ്പോഴേക്കും ആദ്യത്തെ വിളവെടുപ്പ് സാധ്യമാകും. ഒരു ചെടിയിൽ നിന്ന് 3 പ്രാവശ്യം വിളവെടുപ്പ് നടത്തും. ഇവിടെ ഇത് 2ാമത്തെ വിളവെടുപ്പിന് സമയമാകുന്നു. ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് ചുവട്ടിൽ നിന്ന് മുളച്ചു വരുന്ന അടുത്ത കാനിയിലാണ് 2ാമത്തെ കായുണ്ടാകുന്നത്. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് ഒരു വളപ്രയോഗം നല്ലതാണ്. ഇതുപോലെ തന്നെയാണ് 3ാമത്തെ വിളവെടുപ്പും. ഒരു ചുവട്ടിൽ ഒരേ സമയം 1-ൽ കൂടുതൽ കാനികൾ ഉണ്ടാകാറുണ്ട്. നല്ല ആരോഗ്യമുള്ള കാനി നിർത്തിയിട്ട് ബാക്കിയുള്ളവ ചെത്തിക്കളയും. 3ാം വർഷം എല്ലാ കാനിയും അടർത്തിയെടുത്ത ശേഷം പൈനാപ്പിളിൻ്റെ ചുവട് പറിച്ചു കളയും. ഇത് അരിഞ്ഞു കൊടുത്താൽ നല്ല കാലിത്തീറ്റയാണ്. അടർത്തിയെടുത്ത കാനി 1-ന് 4 രൂപ വിലയ്ക്ക് സ്ഥലത്ത് വന്ന് വാങ്ങിക്കൊണ്ടു പോകാൻ കർഷകരെത്തും. ആദ്യ വിളവെടുപ്പിൻ്റെ പൈനാപ്പിളിനേക്കാൾ കുറച്ച് ചെറുതായിരിക്കും 2ാമതും 3ാമതും കായ്ക്കുന്നവ. ഒരു പൈനാപ്പിൾ 1 കിലോഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെ തൂക്കമുള്ളതായിരിക്കും. കിലോയ്ക്ക് 25 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും. ഇവിടെ 1 ഏക്കറിൽ 10,000 കാനികളാണ് നട്ടിരിക്കുന്നത്. 9,000-ന് മേൽ നല്ല വലിപ്പമുള്ള ചക്ക വിൽക്കാൻ സാധിക്കും. ബാക്കി വരുന്നവ ജാം, സ്ക്വാഷ് തുടങ്ങിയവ നിർമ്മിക്കുന്നവർ വാങ്ങും. നല്ല ആദായം തരുന്ന കൃഷിയാണ് പൈനാപ്പിൾ. സാധാരണയായി ജൂൺ മാസത്തിലാണ് ആദ്യമായി കാനി നടുന്നത്. റബ്ബറിന് ഇടവിളയായിട്ടാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. റബ്ബർ സ്ലോട്ടർ വെട്ടിയതിനു ശേഷം റബ്ബർ തൈയും കാനിയും ഒന്നിച്ച് നടുന്ന രീതിയുമുണ്ട്. പൈനാപ്പിളിൻ്റെ 3 വർഷത്തെ പരിചരണം റബ്ബറിനും ലഭിക്കാനും റബ്ബർ പെട്ടെന്ന് വളരാനും സാഹചര്യമുണ്ടാകുന്നു. ശ്രീ അഭിലാഷ് ജോർജ് കുറ്റിയഞ്ഞിമറ്റത്തിൽ
എന്ന കർഷകനെ 2005 തൊട്ടിട്ട് എനിക്കറിയുന്നതാണ്. ഇദ്ദേഹം വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു കർഷകനാണ്. വാഴ, പൈനാപ്പിൾ, പച്ചക്കറി എന്നീ കൂട്ട് കൃഷികൾ ചെയ്യുന്നുണ്ട്. VFPCKയുടെ കലയന്താനി മാർക്കറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായ ഇദ്ദേഹം അവിടെയും ഇദ്ദേഹത്തിൻ്റെ പ്രോഡക്ട്സ് വിറ്റഴിക്കുന്നുണ്ട്. കൃഷി വകുപ്പിൽ നിന്നും ഇദ്ദേഹത്തിന് ഈ കൃഷികൾക്കെല്ലാം തന്നെ സബ്സിഡി ധനസഹായം ആനുകൂല്യം നൽകുന്നുണ്ട്. നല്ല ഒരു പന്നി ഫാമും അഭിലാഷിന് സ്വന്തമായിട്ടുണ്ട്. 30-ൽ കൂടുതൽ പന്നികൾ കുഞ്ഞുങ്ങളുമായി ഇവിടെ വളരുന്നു. മാതൃത്വ ഗുണത്തിന് പേരുകേട്ട ലാൻഡ് റൈസും നല്ല വളർച്ചയുള്ളതും കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതുമായ ലാർജ് വെയ്റ്റ് യോർക്ക്ഷറുമാണ് ഇവിടെയുള്ള പെൺപന്നികൾ. രണ്ടിനത്തിനും പൊതുവെ വെള്ളനിറമായിരിക്കും. തവിട്ട് നിറമുള്ള ഡ്യൂറോക്കാണ് ഇണ ചേർക്കുന്നതിന് പറ്റിയ ആൺപന്നി. പ്രജനനം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പന്നിയുടെ പ്രസവത്തിന് പ്രത്യേകം കൂട് തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു പന്നി ഒരു വർഷത്തിൽ 2 പ്രാവശ്യം പ്രസവിക്കും. ഓരോ പ്രസവത്തിലും 8ഉം 10ഉം കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും. എല്ലാറ്റിനെയും തള്ളപ്പന്നിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ കർഷകരുടെ ശ്രദ്ധ ഈ സമയത്ത് ആവശ്യമാണ്. കൃത്യമായ ഇടവേളയിൽ മുലയൂട്ടാനും തള്ളപ്പന്നി അശ്രദ്ധയോടെ കുഞ്ഞുങ്ങളുടെ പുറത്തേക്ക് കിടക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല എന്നാണ് അഭിലാഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്നതിൽ പകുതി കുഞ്ഞുങ്ങളും മരിച്ചു പോകുന്നുമുണ്ട്. പന്നിയുടെ ഗർഭകാലം 3 മാസം 3 ആഴ്ച 3 ദിവസമാണ്. ഗർഭകാലത്ത് തീറ്റയുടെ തോത് ക്രമീകരിക്കണം. 18-20% മാംസ്യമടങ്ങിയ സാന്ദ്രിത തീറ്റ ദിവസേന ശരാശരി 2.5 കിലോഗ്രാം എന്ന തോതിൽ നൽകണം. പന്നിയുടെ പ്രസവം ഏതാനും മണിക്കൂറുകൾ നീളാറുണ്ട്. ആദ്യ ദിവസം തന്നെ പ്രതിരോധ അയൺ കുത്തിവയ്പ് നടത്തുന്നത് നല്ലതാണ്. ആൺ പന്നി കുഞ്ഞുങ്ങളെ വളർത്തി ഇറച്ചിക്കും പെൺപന്നികളെ പ്രജനനത്തിനും തിരഞ്ഞെടുക്കുന്നു. പന്നി വളർത്തൽ പൊതുവെ ലാഭകരമായ കൃഷിയാണ്. ഇറച്ചിക്കായാലും പ്രജനനത്തിനായാലും പന്നിക്കൃഷി ഒരിക്കലും നഷ്ടം വരുത്താറില്ല. അഭിലാഷിന് പല കൃഷിയിൽ 1 മാത്രമാണ് പന്നി വളർത്തൽ. എന്നിട്ടും ഇദ്ദേഹത്തിന് ഇരട്ടി ലാഭമാണ്. അഭിലാഷ് നമ്മുടെ ആലക്കോട് പഞ്ചായത്തിലെ ഏറ്റവും നല്ല രീതിയിൽ കൃഷിയും മൃഗസംരക്ഷണ പരിപാലനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും നല്ലൊരു സമ്മിശ്ര കർഷകനാണ്. മറ്റുള്ള യുവാക്കൾക്കൊക്കെ നല്ല മാതൃകയായിട്ട് ഒരു സെക്കൻഡ് സമയം പോലും വെറുതെ കളയാതെ വളരെ നല്ല രീതിയിൽ അധ്വാനിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് കൃഷിയും മൃഗസംരക്ഷണവും ഒന്നിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന നല്ലൊരു കർഷകനാണ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള നല്ല ഒരു എഗർ നഴ്സറി അദ്ദേഹത്തിനുണ്ട്. അതുകൂടാതെ പന്നി വളർത്തൽ ഫാം, പശു വളർത്തൽ സ്കീം എല്ലാം നല്ല രീതിയിൽ വളരെ സയൻറ്റിഫിക് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു നല്ല യുവ കർഷകനാണ് അഭിലാഷ്. കോഴി വളർത്തൽ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു മേഖലയാണ്. സ്വന്തമായി 2 ഷെഡുകൾ ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെ 20 രൂപ നിരക്കിൽ വാങ്ങും. 500 എണ്ണം ഒരേ സമയത്ത് വിൽക്കാൻ പാകമാകുന്ന രീതിയിലാണ് വളർത്തുന്നത്. അടുത്ത 500 കുഞ്ഞുങ്ങളെ 15 ദിവസം കഴിഞ്ഞ് വാങ്ങും. അതിനെ മറ്റൊരു കൂട്ടിലിട്ടിരിക്കുന്നു. 36 ദിവസം തീറ്റയും വെള്ളവും കൊടുത്തു വളർത്തും. ഈ ദിവസം കൊണ്ട് മിനിമം
2 കിലോഗ്രാം തൂക്കമുണ്ടാകും. ഇവിടെ ഇതുവരെ ഒരു പ്രതിരോധ കുത്തിവയ്പും നടത്തിയിട്ടില്ല. എന്നാൽ ഒരു കുഴപ്പവും ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുമില്ല. 36 ദിവസത്തെ പരിചരണം മാത്രമാണ് നടത്തുന്നത്. അത് കഴിഞ്ഞ് സ്വന്തം കടയിലൂടെ തന്നെ ഡ്രസ് ചെയ്ത് ഇറച്ചിയാക്കി വിൽക്കുന്നു. ഒരു കോഴിയിൽ 60 രൂപയിൽ കൂടുതൽ ലാഭമുണ്ടെന്നാണ് അഭിലാഷ് പറയുന്നത്. 10 ദിവസം കൊണ്ട് ആദ്യത്തെ 500 കോഴികളെയും വിൽക്കാൻ സാധിക്കും. പതിനഞ്ച് ദിവസം വ്യത്യാസത്തിൽ ഓരോ ബാച്ചും വാങ്ങി വളർത്തി വിൽക്കുകയാണ് പതിവ്. ഇറച്ചിക്കോഴി വളർത്തലും നല്ല ലാഭം തരുന്ന കൃഷിയാണ്. മൃഗപരിപാലനം, കച്ചവടം ഇതെല്ലാം ഒന്നിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഞാൻ. കൃഷിയിൽ നിന്നും മൃഗപരിപാലനത്തിൽ നിന്നും നല്ല ആദായം കിട്ടുന്നു. 1000-ഓളം കോഴിയുടെ ഒരേ ബാച്ചിൽ 500 വെച്ച് 2000-ഓളം കോഴികളെ വളർക്കുന്നുണ്ട്. മൊത്തത്തിൽ പന്നി 50 പരം പന്നികൾ വളർക്കുന്നുണ്ട്. ഇതിൻ്റെ മാംസം എല്ലാം സ്വന്തമായി തന്നെ കച്ചവടം ചെയ്യുന്നു. ഇവിടെ പച്ചക്കറി, പയർ, പാവൽ, വെണ്ട, കോവൽ, ശീതകാല കൃഷിയായ കാബേജ്, കോളിഫ്ലവർ ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സ്വന്തം കടയിൽ തന്നെ വിറ്റഴിക്കുന്നു. നല്ല ലാഭത്തിൽ തന്നെ വിൽക്കുന്നു. പച്ചക്കറികളും വാഴയും കൊക്കോയും എല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട്. പച്ചക്കറികൾ, കാബേജ്, പയർ എന്നിവ സ്വന്തം കടയിലും VFPCKയുടെ ചന്തയിലും കച്ചവടം നടത്തും. വാഴയിൽ ഏത്തവാഴയോടാണ് കൂടുതൽ പ്രിയം. കുമ്മായമിട്ട് ഇളക്കിയ മണ്ണിലേക്ക് ചാണകം കലക്കി മുക്കി ഉണക്കിയ വിത്ത് നടുന്നു. നടുന്ന സമയത്ത് വളപ്രയോഗമൊന്നും നടത്താറില്ല. ഇല വന്നു തുടങ്ങുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ്, കോഴിവളം തുടങ്ങിയവ ഇട്ടുകൊടുക്കും. മഴ കുറയുന്നതനുസരിച്ച് നന ആവശ്യമായി വരും. 3 മാസം കഴിഞ്ഞ് ഒരു വളം കൂടിയിട്ട് ചുവട് തിരഞ്ഞു കൂട്ടും. 8 മാസമാകുമ്പോഴേക്കും കുല വന്നു തുടങ്ങും. അതിനു മുമ്പ് 3 വളപ്രയോഗങ്ങൾ ഇടവിട്ട് നടത്താറുണ്ട്. 3 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് സമയമാകും. കർഷകന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തിച്ച് ലേലം ചെയ്ത് വിൽക്കുകയാണ് പതിവ്. ആഴ്ചയിൽ 2 ചന്തയുണ്ട്. ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് വിൽക്കുകയും അതിൽ ഒരു ചെറിയ ശതമാനം സംഘടന എടുത്തിട്ട് ബാക്കി തുക കർഷകർക്ക് അന്ന് തന്നെ നൽകുകയും ചെയ്യുന്നു. VFPCK പ്രദേശനിവാസികളായ കർഷകർക്ക് വലിയ നേട്ടമാണ് നൽകുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഉൽപ്പന്നവും ഇവിടെ വിറ്റഴിക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അഭിലാഷ് ജോർജ്. ചിപ്പിക്കൂൺ കൃഷിയിലൂടെ വിജയഗാഥ രചിച്ച വനിതയാണ് ഇടുക്കി ജില്ലയിൽ കരിമണ്ണൂരിൽ സുധാ ശശി. 2 വർഷമായി സുധാ ശശി കൂൺ കൃഷി ചെയ്യുന്നു. കൂൺ കൃഷിയെപ്പറ്റി കൃഷിഭവൻ നടത്തിയ ക്ലാസ്സിൽ പങ്കെടുത്തതാണ് ഈ രംഗത്തേക്ക് തിരിയാൻ സുധയ്ക്ക് പ്രേരണയായത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നാണ് വിത്ത് ശേഖരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അറക്കപ്പൊടിയാണ് കൂൺ വളർത്തുന്നതിനുള്ള മാധ്യമമായി സുധ തിരഞ്ഞെടുത്തത്. റബ്ബറിൻ്റെ ഉണങ്ങാത്ത അറക്കപ്പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 100 ബെഡ് തയ്യാറാക്കാനായി 3 ചാക്ക് അറക്കപ്പൊടിയാണ് വേണ്ടിവരുന്നത്. 100 ലിറ്റർ വെള്ളത്തിന് 50 മില്ലി ബാംബിസ്റ്റിൻ, 7.5 ഗ്രാം ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ ഇവ ചേർത്ത വെള്ളമായിരിക്കണം. 12 മുതൽ 16 മണിക്കൂർ വരെ ഈ വെള്ളത്തിൽ അറക്കപ്പൊടി കിടക്കുന്നത് നല്ലതാണ്. 50% ഈർപ്പം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് കൂട്ടിൽ നിറയ്ക്കുന്നത്.
12x16 ഇഞ്ച് സൈസിലുള്ള പ്ലാസ്റ്റിക് കൂട് ഹോൾ ഉണ്ടാക്കിയ ശേഷം അടിവശം ചുരുട്ടിക്കെട്ടുക. കെട്ടിയ ഭാഗം ഉള്ളിലാക്കി കൂട് തിരിച്ചിടുക. അറക്കപ്പൊടിയിട്ട് ആദ്യം ലെവലാക്കുക. ഇത് 300 ഗ്രാം വിത്താണ്. 30 രൂപയാണ് ഇതിൻ്റെ വില. 2 ബെഡിടാൻ ഇത് മതിയാകും. പകുതി എടുത്ത് അടർത്തിയെടുക്കുക. പുറമേ പാട പോലുള്ളവ എടുത്തു കളയണം. വിത്ത് കൂടിൻ്റെ ചുറ്റും ചേർത്തിടണം. നടുഭാഗത്തേക്ക് വിത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും അറക്കപ്പൊടിയിട്ട് നിരത്തുക. 2 ഇഞ്ച് ഘനത്തിലിട്ട അറക്കപ്പൊടിക്ക് ചുറ്റും വീണ്ടും വിത്ത് വിതറുക. ഇതുപോലെ 4 ലെയർ ചുറ്റുമിടണം. അവസാനം മുകളിൽ നിരത്തി വിത്തിടും. വിത്തിട്ടതിന് ശേഷം കൂടിൻ്റെ മുകൾ ഭാഗം കൂട്ടിക്കെട്ടുക. നേരത്തെ ഹോളിട്ട കൂട്ടിൽ നിറച്ചതുകൊണ്ട് വീണ്ടും ഹോൾ ആവശ്യമില്ല. ബെഡ് വയ്ക്കാനായി ഉറി പോലെ ചരടുകൊണ്ട് കെട്ടി നിർമ്മിച്ചിരിക്കുന്നു. അതിലേക്ക് ഈ നിറച്ച ബെഡ് വയ്ക്കുക. 20 ദിവസം കഴിയുമ്പോൾ കൂൺ മുളച്ചു തുടങ്ങും. ഇവിടെ ഏത് കാലാവസ്ഥയിലും കൂൺ മുളപ്പിക്കാനായി പ്രത്യേകം വാട്ടർ സ്പ്രിംഗ്ലർ ഘടിപ്പിച്ചിരിക്കുന്നു. മുറിയിൽ എപ്പോഴും ഈർപ്പം ആവശ്യമാണ്. അതുകൊണ്ട് 2 നേരവും സ്പ്രിംഗ്ലർ വഴി നനച്ചു കൊടുക്കും. വർഷകാലത്ത് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ കൂൺ കൃഷി തുടങ്ങിയിട്ട് 3 വർഷക്കാലമായി. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി തുടങ്ങിയ ഒരു പ്രവൃത്തിയായിരുന്നു ഇത്. വാടക കെട്ടിടത്തിലാണ് ആദ്യം തുടങ്ങിയത്. അത് വിജയകരമായി പോയതിൻ്റെ പേര് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാക്കി. എനിക്ക് ഒരു ദിവസം 2 കിലോ കൂണ് കിട്ടുന്നുണ്ട്. അത് മാർക്കറ്റിംഗ് ആണെങ്കിലും ഈ അടുത്തുള്ള വീടുകളിൽ നിന്ന് ആൾക്കാർ വന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. മിച്ചം വരുന്നത് ഒരു കടയിൽ കൊടുക്കുന്നുണ്ട്. 200 ഗ്രാമിൻ്റെ പാക്കറ്റാക്കി ആ കടക്കാർ വാങ്ങും. മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നം അത് കാരണം ഇല്ല. മുളച്ചു വന്ന കൂൺ 3 ദിവസം കഴിഞ്ഞാൽ വിളവെടുപ്പ് സാധ്യമാകും. ഇവിടെ 250 ബെഡ് ഇപ്പോൾ ഇട്ടിരിക്കുന്നു. 1 കിലോഗ്രാമിന് 220 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നു. കൂൺ കൃഷി വിജയിപ്പിക്കാൻ പ്രധാനമായും വേണ്ടത് 5 കാര്യങ്ങളാണ്. വിത്ത്, മികച്ച മാധ്യമം, അനുയോജ്യമായ കാലാവസ്ഥ, ആവശ്യത്തിന് ജലലഭ്യത, കൃഷിയോടുള്ള താൽപ്പര്യം. ഇതുണ്ടെങ്കിൽ ആർക്കും കൂൺ കൃഷി വിജയിപ്പിക്കാൻ സാധിക്കും.